ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കാൾട്ടൺ എന്ന് പറയുന്ന ഫോറക്സ് ബ്രോക്കറിൽ നമ്മളൊരു റിയൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലായിരിക്കും നമ്മൾ ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് FXB എന്ന് പറയുന്ന റോബോട്ട് ട്രേഡിംഗ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൾട്ടണിൽ അക്കൗണ്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കുക, അതിനുശേഷം ലാസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, അതായത് ലാസ്റ്റ് നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം ഫോൺ നമ്പർ, ഇവിടെ കൺട്രി കോഡ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഏതാ കൺട്രിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ അപ്പോൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പേരും ഡീറ്റെയിലും ഇമെയിൽ ID, ഫോൺ നമ്പർ, പാസ്വേഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാസ്വേഡ് ആണെങ്കിൽ നമുക്കിവിടെ സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൽ ID-യിലോട്ടൊരു മെയിൽ പോയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ മെയിലൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മെയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൈനിങ് പേജിലോട്ട് ഓപ്പൺ ആവും. ഓക്കെ, ഇത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലായിരിക്കും നമ്മൾ ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വെരിഫൈ യുവർ അക്കൗണ്ട്, അതിനകത്താണ് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഐഡൻറ്റിറ്റി, അതായത് ആധാർ കാർഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജ് ഓപ്പണായി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പേരും ഡീറ്റെയിലും നമ്മളെ ഫോൺ നമ്പറെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതൊന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡോക്യുമെൻ്റാണ് നമ്മളിപ്പം, അതായത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻ്റാണ് ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് വരും. അതായത് നമ്മൾ അഡ്രസ് പ്രൂഫ് വെരിഫൈ ചെയ്യാനായിട്ടും നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ വെരിഫൈ ചെയ്യാനായിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ അഡ്രസ് പ്രൂഫ് കൊടുക്കാനായിട്ട് നമ്മളെ അഡ്രസ്സ് വരുന്നത്, അതായത് നമ്മുടെ ലൈസൻസിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ആധാറിൻ്റെ കോപ്പിയോ, അതായത് നമ്മൾ അഡ്രസ്സ് അതിനകത്ത് കാണണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അഡ്രസ്സ് വരുന്ന അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ കോപ്പിയോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് നമ്മൾ ID കാർഡ് അതിലാണ് കൊടുക്കുന്നത്. അതായത് ആധാർ കാർഡ്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ പാസ്പോർട്ട്, പിന്നെ നമ്മളെ പാൻ കാർഡ്, അത് ഏത് വേണമെങ്കിലും കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ്, ഇവിടെ നമ്മൾ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് അഡ്രസ്സുള്ള ഏത് പ്രൂഫായാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഇതിൽ കൊടുത്തത് എൻ്റെ ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും എൻ്റെ ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കുമാണ് ഫസ്റ്റ് ഓപ്ഷനിൽ, അതായത് പ്രൂഫ് കൊടുക്കുന്നത്, അതായത് നമ്മൾ അഡ്രസ് പ്രൂഫ് കൊടുത്തത് എൻ്റെ ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കുമാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ഡോക്യുമെൻ്റ്, അതായത് ID, അതായത് നമ്മുടെ നാഷണൽ ID ഏതെങ്കിലും കൊടുക്കാൻ പറഞ്ഞതിൽ ഞാൻ എൻ്റെ പാൻ കാർഡാണ് അപ്ലോഡ് ചെയ്തത്. പാൻ കാർഡിൻ്റെ ഫ്രണ്ട് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം നമുക്കത് വെരിഫൈ ആയി കിട്ടും. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇവിടെ അൺവെരിഫൈഡ് എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അരമണിക്കൂറിനകത്ത് തന്നെ നമുക്കത് വെരിഫൈ ആയി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ ഇത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഞാൻ ജസ്റ്റ് നമ്മളെ ഫോൺ നമ്പറും ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ വയ്ക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് കാൾട്ടണിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം മെയിലിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു പേജിലോട്ടായിരിക്കും ഓപ്പൺ ആവുന്നത്. അതിനുശേഷം നമ്മൾ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ID കാർഡുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക.
അപ്ലോഡ് ചെയ്തെടുത്താൽ നമുക്കത് അരമണിക്കൂറിനകത്ത് തന്നെ നമുക്കത് വെരിഫൈ ആയി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ അൺവെരിഫൈഡ് എന്നുള്ളത് വെരിഫൈഡ് നമുക്കിവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തിന് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതായത് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ടൊരു MT5 നമുക്കൊരു റിയൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, റിയൽ അക്കൗണ്ടിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രീമിയം ഉണ്ട്, പ്രോ ഉണ്ട്, സീറോ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, സെൻറ്റ് ഉണ്ട്. ഇങ്ങനെ 5 അക്കൗണ്ട് നമുക്കിതിനകത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രീമിയം എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലിവറേജും കാര്യങ്ങളൊക്കെ കാണിക്കും. അതിനകത്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, മേക്ക് എ ഡെപ്പോസിറ്റ് ഇൻ ടു അക്കൗണ്ടിൽ സ്റ്റാർട്ട് ട്രേഡിംഗ് ഓർ ഡു ഇറ്റ് ലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് MT5 നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മളെ മെയിലിൽ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും ഇൻവെസ്റ്റ് പാസ്വേഡും എല്ലാം നമ്മുടെ മെയിൽ ഐ ഡിയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചാണ് നമ്മൾ MT5 ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡെപ്പോസിറ്റാണ്. അതായത് നമുക്കിപ്പോൾ $100 മിനിമം നമ്മൾ റോബോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം $100 നമ്മൾ ഇതിനകത്ത് ബ്രോക്കറിൽ ഇടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഡാഷ്ബോർഡ് ഫ്രണ്ട് പേജിൽ വരിക. അതിനുശേഷം ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് വാലറ്റ് എന്നൊരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഡെപ്പോസിറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് മെത്തേഡുണ്ട്. UPI ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, കാർഡുണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡുണ്ട്. അതിൽ നമ്മൾ ക്രിപ്റ്റോ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തിട്ട് നമുക്കിവിടെ വാലറ്റ് ആണോ അക്കൗണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വാലറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് കൊടുത്തിട്ട് എമൗണ്ട് കൂടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ 100 ആണെങ്കിൽ 100 ടൈപ്പ് കൊടുക്കുക. അതിനുശേഷം കറൻസി USD സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു പേജ് വരും. ഇതിൽ നമ്മൾ 100 USD ഇവിടെ കാണിക്കും. അതിനുശേഷം കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡെപ്പോസിറ്റ് വിത്ത് USDT TRC20, അതാണ് TRC20യിലാണ് നമ്മൾ USDT അയക്കേണ്ടത്. ഓക്കെ, മിനിമം 15 USDT വേണം അയക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ 100 ചെയ്യുന്നത്. അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും, നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 100 USDT ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മളിവിടെ കറൻസി ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ USDT ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെതർ US എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെറ്റ്വർക്കാണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് USDT TRXൻ്റെ നെറ്റ്വർക്ക്, ട്രോൺ നെറ്റ്വർക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് USDT TRX എന്ന് പറയുന്ന നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ നമ്മൾ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഫണ്ട് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു അഡ്രസ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ അഡ്രസ്സ് ഇവിടെ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ബിനാൻസിലാണെങ്കിൽ ബിനാൻസിൽ പോയിട്ട് ജസ്റ്റ് വിഡ്രോവൽ എടുക്കുക. അതിനുശേഷം ഈ അഡ്രസ്സ് അവിടെ പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ 100 ഇടുന്നതെങ്കിൽ 101 അവിടെ നിന്ന് അയക്കണം. നമുക്കിവിടെ $1 ഫീസ് പോകുന്നുണ്ട്. അതായത് ട്രോൺ നെറ്റ്വർക്കിൻ്റെ ചാർജ് $1 പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് അയക്കുക. 101 അയക്കുക. 101 അയക്കുമ്പോൾ നമുക്കിവിടെ 100 കിട്ടുന്നതാണ്. ഓക്കെ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ ഫണ്ട് ഇവിടെ കയറുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യം. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് പേജ് വരും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ നമ്മളിവിടെ USD എന്ന് പറയുന്നതിൽ നമുക്കിവിടെ ബാലൻസ് ഇവിടെ കാണിക്കും. ഓക്കെ, ബാലൻസ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ റോബോട്ടുമായിട്ട് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ട്രേഡ് കിടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാൽട്ടണിൽ അക്കൗണ്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ അൺവെരിഫൈഡ് ആണ് ഇപ്പോഴും കാണിക്കുന്ന.
ജസ്റ്റ് ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമുക്കിവിടെ വെരിഫൈ കിട്ടും. വെരിഫൈ ആയതിനു ശേഷം നമുക്കിതിനകത്ത് വിഡ്രോവൽ ഓപ്പൺ ആവുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പറ്റും, ഡെപ്പോസിറ്റ് ട്രേഡിംഗ് എല്ലാം നടക്കും. പക്ഷേ വിഡ്രോവൽ ഓപ്പൺ ആവണമെങ്കിൽ നമ്മുടെ ഇവിടെ വെരിഫൈഡ് ആവേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.